സിക്സ് പാക്കും കാണിച്ചൊരു സാധനം ഉണ്ട് എന്റെ മന്നെ. എങ്ങനെ ഇരിക്കും നമ്മൾ നോക്കിയിട്ട്. അതിപ്പോ മൈദയാണോ ബിർള വൈറ്റ് വാൽക്കേർ പുട്ടിയാണോ തേച്ച് പിടിപ്പിച്ചെന്ന് അറിയില്ല. ഇങ്ങനെ നോക്കും. ഇങ്ങനെ കണ്ണിൽ എക്സ്റേ എടുക്കുന്ന മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. ശരിപ്പൊളി പടമാണ്, ഇന്ത്യൻ 2 കോമാളി പടമാണ്, സ്ക്രിപ്റ്റ് ശരിയല്ല, സ്ക്രീൻ പ്ലേ ശരിയല്ല, ശങ്കര വിരമിക്കാറായി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇന്ത്യൻ 2 ഇത്ര ക്രിറ്റിസിസം ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഇന്ത്യൻ 2ന്റെ പ്രശ്നമാണോ? എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ 2ന്റെ പ്രശ്നം അല്ലെ, ഇന്ത്യൻ പാർട്ട് 1ന്റെ പ്രശ്നമാണ്. സോ അതിൽ ക്ലൈമാക്സിൽ നമ്മുടെ ചന്ദ്രുവും അതുപോലെ സേനാപതിയും തമ്മിൽ ഒരു ഫൈറ്റ്, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. അതിലെ എക്സ്പ്ലോഷനിൽ ചന്ദ്രു മരിക്കുന്നുണ്ട്. കൂടെ നമ്മുടെ സേനാപതി മരിച്ചതിന് ശേഷം നമുക്ക് ഇന്ത്യൻ 2 കാണേണ്ടി വരും. എന്തോ നടയെ എടുത്തു വെച്ചിരിക്കുന്ന കോമാളി പടം. ഒരു സേനാപതി പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ഒരു കോമാളിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കുറെ എണ്ണമുണ്ട്. സുജാത മാമിനെ തിരിച്ചു കൊണ്ടുവരണം, എന്നാലേ ശങ്കർ ശരിയാവുള്ളൂ. സുജാത മാം അല്ലടാ, സുജാത സാർ. അങ്ങേര് 2008 എന്തോ മരിച്ചു. ഇനി അങ്ങേര് സ്വർഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഇതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും വാലും തുമ്പും മുക്കും കിട്ടുമ്പോൾ അത് പിടിച്ചിട്ട് അത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. അതിന് 800-900 ലൈക്ക്. അപ്പൊ ഇത്രയും വിവരം കെട്ടവന്മാർ ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. സോ ഇന്ത്യൻ 2 പടത്തിനെ പറ്റി പറഞ്ഞ തുടക്കത്തിൽ നമ്മുടെ ലിയോയിൽ വിജയ്ക്ക് കൊടുക്കുന്ന പോലെ ടൈറ്റിൽ കാർഡ് ഉണ്ട്, ജഗ 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 മ്യൂസിക് ഇട്ടിട്ട്. അത് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഇന്ത്യൻ 2ന്റെ ടൈറ്റിൽ കാർഡ്, കമലഹാസന്റെ അല്ലെ ഇന്ത്യൻ 2ന്റെ ടൈറ്റിൽ കാർഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പിൽ ഫുള്ളി ഗാർബേജ് വേസ്റ്റ് ഒക്കെയാണ്. അതിൽ നമ്മുടെ താത്ത വന്നിട്ട് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുമ്പോഴേക്കും ഫുൾ പച്ചപ്പും അതുപോലെ തന്നെ ചെടിയും മരങ്ങളൊക്കെ ആയി. ഇങ്ങേര് ഈ ലഞ്ചം അല്ലെങ്കിൽ അഴിമതിക്കെതിരല്ലേ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ പൊല്യൂഷനും അതുപോലെ ചെടി വെക്കാനും ഒന്നും അല്ലല്ലോ. മെറ്റഫറിക്കലി പ്രസന്റ് ചെയ്തായിരിക്കും. നമ്മളൊക്കെ സാധാരണക്കാരെ മെറ്റഫർ ഒന്നും അറിയില്ല. സോ സിനിമ തുടങ്ങുന്ന സമയത്തിന് വലിയ എന്തോ ഒരു ഗാർബേജ് ഇഷ്യൂവിനെ പറ്റിയിട്ടൊക്കെ ഇവര് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ് വെറുതെ ഇരുന്ന് കരയുണ്ട്. സിദ്ധാർത്ഥ് വെറും ഒരു കരച്ചിലോളിയാണ് ഈ സിനിമയിൽ. സിദ്ധാർത്ഥ് കരയുണ്ടെങ്കിൽ നമുക്ക് ആ ഇമോഷൻസ് തോന്നണ്ടേ. അതിൽ ഏറ്റവും വലിയൊരു പാളിച്ച പറ്റിയിരിക്കും നമ്മുടെ അണ്ണന്റെ BGM ആണ്. സെനാപതി ഇതാണ് അങ്ങേരെ BGM. വെറുപ്പിക്കൽ പറഞ്ഞാൽ എക്സ്ട്രീം വെറുപ്പിക്കലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് പോയിട്ട് പോലീസുകാരുടെ അടുത്ത് തട്ടിക്കയറുന്നുണ്ട്. അപ്പൊ ചോദിക്കും, നീ ആരാ ചോദിക്കും. ഞാൻ ഇന്ന ആളാണ്. എവിടുന്ന ചോദിച്ചു, ഫ്രം സോഷ്യൽ മീഡിയ. ഇത് കേൾക്കുമ്പോഴേക്ക് പോലീസ്, അയ്യോ സാറേ ഇവിടെ വല്ലവരുടെ അടുത്തും പോയി പറഞ്ഞു നോക്കും പോലീസുകാരുടെ അടുത്ത്, ഫ്രം സോഷ്യൽ, അടിച്ച് കൊന്നിതിരിക്കും പോലീസുകാർ. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് വന്നിട്ട് ഒരു ബാർക്കിംഗ് ഡോഗ് വരണം. അപ്പോഴേക്ക് പ്രിയ ഭവാനി ശങ്കർ വന്നിട്ട്, യാരുടെ എന്താ ബാർക്കിംഗ് ഡോഗ്, 10 രൂപ കൊടുത്തെന്ന് വെച്ചാൽ 10 ലക്ഷത്തിന്റെ ഓവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. എന്തിനാ കാസ്റ്റ് ചെയ്തതെന്ന് തന്നെ അറിയില്ല. അപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥ് വന്നു, കം ബാക്ക് ഇന്ത്യൻ ഉന്ന വറുമുറ ഒരു മുറ പക്കണ്ണ മെഊറ്, ആ #ക്യാമ്പയിൻ അങ്ങോട്ട് തുടങ്ങി. ആ പാട്ടിട്ടു. പാട്ടിട്ടപ്പോഴേക്ക് ഇത് നമ്മുടെ താത്ത അറിഞ്ഞു. താത്തയ്ക്ക് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാലണ്ടർ ഐറ്റം സോങ്. സത്യം പറയല്ലോ, ഐറ്റം സോങ് കിണ്ണ സാധനം എന്തായിരുന്നു. അതിലാകെ നല്ലത് പറയാനുള്ളത് ഐറ്റം സോങ് കിട്ടു സാധനം എന്തായിരുന്നു. കാണാത്തവരെ എന്തെങ്കിലും യൂട്യൂബിൽ നോക്കി കാലണ്ടർ സോങ് കണ്ടോട്ടെ, അടിപൊളി സാധനമാണ്. എന്തായാലും ഒരു നഷ്ടം വരില്ല. സോ അപ്പോഴേക്കും നമ്മുടെ കോള് വരും, കാളിദാസ് ജയറാം എവിടുന്നോ ഏതോ ഒരു രാജ്യത്ത് നിന്ന്. ഞാൻ താത്തയെ കണ്ടു എന്ന്. അങ്ങേരെ ലുക്കേ വ്യത്യാസമുണ്ട്, പഴയ സേനാപതി ഒന്നും ഇവൻ കണ്ടു ഇത്ര. ശരി വേണ്ട. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് താത്ത പ്ലീസ് കം എന്നൊക്കെ പറയുമ്പോഴേക്കും അടുത്ത പാട്ട്, താത്ത വരാറ് കതിറവിട പോറാറ്, 7 മണിക്ക് വരാറ് 7:30 മണിക്ക് പോറാറ് വേണ്ട. 10 മിനിറ്റിൽ 3 പാട്ട്. എന്തിന്റെ ആവശ്യത്തിന്? അതിനാണ് ഇതിന്റെ ഒരു ഡാൻസ് ഉണ്ട്. പാട്ട് 1.5x പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രിയ ഭവാനി ശങ്കറും സിദ്ധാർത്ഥും കൂടി 0.5x ഡാൻസ് ചെയ്യണം. നിങ്ങൾ പാട്ട് ഇട്ടോ, ഞങ്ങൾ പിന്നെ വരാറുണ്ട് ഡാൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താത്ത വരുന്നുണ്ട്. സോ താത്ത പറയുന്നത് ഇന്ത്യൻ ദേശത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഫേക്ക് പാസ്പോർട്ടിലാണ് അണ്ണം വരുന്നത്. എന്നിട്ട് വരുമ്പോ എല്ലാവരും വിളിച്ച് അറിയിക്കും, ഞാൻ ഇന്ന എയർപോർട്ടിൽ വരും, ഇത്ര മണിക്ക് ലൈവിൽ വരും എന്നൊക്കെ. സോ ഇതില് നമ്മുടെ നെടുമുടി വേണുവിന്റെ മകനാണ് ബോബി സിംഗ്, CBIയിലെ ഏറ്റവും ബെസ്റ്റ് ഓഫീസറാണ്. പക്ഷെ ഇങ്ങേരെ മുമ്പിൽ പോയ പൂച്ചയെ പോലെ തിരിച്ചു വരും. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇങ്ങേരെ കോമാളിത്തര. ഇങ്ങനെ പോയി കുത്തും, അപ്പോഴേക്കും നമ്മൾ കുതിരയെ പോയി ഓടും. ഇങ്ങനെ പോയി കുത്തും, അപ്പൊ നമ്മൾ പാട്ടുകാരനും. അപ്പൊ ആർക്കെങ്കിലും ഈ സംഗീത കച്ചേരിയൊക്കെ ബുക്ക് ചെയ്യണം വെച്ചാൽ നമ്മുടെ താത്തയുടെ അടുത്ത് പോയി താത്ത കഴുത്തിൽ ഇങ്ങനെ കുത്തു തരും. അപ്പൊ നിങ്ങൾക്ക് 24 മണിക്കൂർ പാടാം. ആർക്കെങ്കിലും വല്ല മാരത്തോൺ ഒക്കെ ഓടണം വെച്ചാൽ താത്തയുടെ അടുത്ത് പോയി താത്ത വേറെ അവിടെ ഇങ്ങനെ കുത്തു തരും. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളായി കുതിര പോലെ ഓടിക്കൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇങ്ങനെ കോമാളിത്തരം. സോ ശരിക്കും നമുക്കൊരു BGM ഒന്നും ഒരു ഇമ്പാക്റ്റും തോന്നില്ല, ഒരു തേങ്ങയും തോന്നില്ല. പക്കാട് തല്ലിപ്പൊളി. അതിൽ എന്നിട്ട് രാഹുൽ പ്രീത് സിംഗും സിദ്ധാർത്ഥും കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണ്. അപ്പൊ ഇങ്ങേര് വന്നിട്ട് ഈ റൗണ്ടിൽ ക്യാമറ വെച്ചിട്ട് 4 വട്ടം അങ്ങോട്ട് കാണുന്നവൻ എന്തിനാ തല കറങ്ങി വീഴാന്. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇവരെ കോൺവെർസേഷൻ കാണിക്കുന്നതിന് പറയും ഇങ്ങനെ ചുറ്റി എന്തിന്? ഇതിന്റെ ഇടയ്ക്ക് ഈ കോമാളിത്തരൊക്കെ കാണിച്ചിട്ട് എല്ലാ തിയേറ്ററിലും ഒരുത്തരുണ്ടാവും ഇരുന്ന് കൈയടിക്കുന്നത്. അവന്റെ അടുത്തായിരുന്നു അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദേഷ്യം. വേറെ ഒരുത്തൻ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് PUBG കളിക്കുന്നു. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോമാളിത്തരം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അങ്ങനെയൊക്കെയല്ലേ തോന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ ഒന്ന് തീർന്നു കിട്ടി. ഒരു ഗൂസ് ബംസും തേങ്ങയൊന്നുമില്ല. അതിലൊരു സ്വർണ്ണ ടോയ്ലറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ. സെക്കൻഡ് ഹാഫ് ഒരു ഇമോഷണൽ സീനോടെ തുടങ്ങണം. അപ്പൊ സിദ്ധാർത്ഥ് സ്വന്തം അച്ഛനെ, താത്ത പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം അച്ഛനായ സമുദ്രക്കരയെ പിടിച്ച് ഇൻകം ടാക്സ് വരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ കടന്നുറങ്ങുമ്പോൾ ഒരു കാപ്പി കൊണ്ടേ കൊടുത്തു പറയാം, സോറി അച്ഛൻ, ഞാൻ അച്ഛനെ ഇൻകം ടാക്സുകാരെ പിടിച്ച് ഏൽപ്പിക്കാൻ എന്നോട് ക്ഷമിക്കുന്നു. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടല്ലേ നിനക്ക് സിംഗപ്പൂരിൽ നിന്ന് പ്ലേ സ്റ്റേഷനും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് RX 100 ബൈക്കും
മൊബൈലും ഒക്കെ മേടിച്ചു തന്ന അതിന് ഈ കാശായിരുന്നു. അപ്പൊ അവൻ സാധാരണ എല്ലാവരും എന്താ പറയാ, ഞാൻ പറഞ്ഞു ഇതൊക്കെ വേണം. സിദ്ധാർത്ഥ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാശിൽ നിന്ന് മേടിച്ചു തരണമായിരുന്നു. ഇവൻ ഒറ്റ ഒരുത്തിന് വേണ്ടിയിട്ടാണ് അയാളെ കൈക്കൂലിക്കാരുണ്ട്. 10-30 വയസ്സായിട്ട് സിദ്ധാർത്ഥ സിനിമയിൽ ഒരു ജോലിക്കും പോവാതെ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൊണ്ട് നടക്കുകയാണ്. ഇയാളുടെ ചോറും തിന്നിട്ട് ഇയാളെ പിടിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് പ്രിയ ഭവാനി ശങ്കർ അമ്മയും പിടിച്ചു കൊടുത്തു. ഇൻകടാക്സ് സൂപ്പർ. സോ ഇനി സ്വന്തം അച്ഛനും അമ്മയും പിടിച്ചു കൊടുത്തതിന് നമുക്കൊരു സങ്കടം പറഞ്ഞ സാധനമെങ്കിലും ഉണ്ടാവില്ലേ. ഇവര് പറയണേ താത്ത നാളെ വരുമ്പോ താത്തയ്ക്ക് എന്ത് ഭക്ഷണം കൊടുക്കണ്ടേ, നമുക്ക് ഏത് ഡ്രസ്സ് ആടണ്ടേ, താത്തയ്ക്ക് നമുക്ക് ഇഷ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മുടെ സിദ്ധാർത്ഥിന്റെ അമ്മ മരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. സിദ്ധാർത്ഥ് ആ ഒരു സീൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, സത്യം പറയാലോ. അപ്പൊ താത്ത വരുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ദേഷ്യം വേണ്ടി നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് സിദ്ധാർത്ഥ് പറയുന്നത്. കൊടുക്കല്ലേ ചെയ്യുമെന്ന്. സിദ്ധാർത്ഥ് എന്താ ചെയ്യുന്നത്, വേഗം ഫേസ്ബുക്ക് എടുത്തിട്ട് ഗോ ബാക്ക് ഇന്ത്യൻ. യവന്റെ തലയിലാണ് ഇതൊക്കെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചൊരു സ്വല്പം ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇവിടെയൊക്കെയാണ് ശങ്കറിനെ കുറ്റം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താത്ത 6 പാക്കും കാണിച്ചൊരു സാധനം ഉണ്ട്. എന്റെ മന്നെ എങ്ങനെ ഇരിക്കും നമ്മൾ നോക്കിയിട്ട്. അതിപ്പോ മൈദയാണോ ബിർള വൈറ്റ് വാൾക്കേർ പുട്ടിയാണോ തേച്ച് പിടിപ്പിച്ചെന്ന് അറിയില്ല. ഇങ്ങനെ നോക്കും, ഇങ്ങനെ കണ്ണിൽ എക്സ്റേ എടുക്കുന്ന മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് ഇന്ത്യൻ 2 അല്ല, ഇന്ത്യൻ സൂപ്പർമാൻ റിട്ടേൺസ് ആണ്. അമാനുഷിക ശക്തിയുള്ള ആളാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ലേസർ തോക്ക് അല്ല മറ്റേ സ്നൈപ്പർ വെക്കുന്ന സമയത്ത് ഈ ലേസർ പോയിന്റിങ് കാണില്ല ഒരാളുടെ, അതേപോലെ എല്ലാം കാണും ഇങ്ങനെ ഓരോരുത്തരുടെ മർമ്മങ്ങൾ. എന്നിട്ട് അണ്ണൻ ഇങ്ങനെയൊക്കെ കുത്തിയിട്ട് എല്ലാത്തിനും കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ ആൾക്ക് ഒരു സൈക്കിള് കിട്ടുന്നുണ്ട്. ആ സൈക്കിൾ അങ്ങനെ ആരെങ്കിലും എടുത്തിട്ട് കത്തിച്ച് കളഞ്ഞാൽ മതി എന്ന് നമ്മൾ ആലോചിക്കും. 2 മണിക്കൂർ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുകയാണ് റോട്ടിൽ കൂടെ. നമ്മുടെ ബോബി സിംഹ സ്പെഷ്യലിസ്റ്റ് CBI ഓഫീസർ വരും. എന്ത് ചെയ്യുന്ന ആദ്യം വന്നിട്ട് ഒരു സ്കോർപ്പിയോയിൽ വരും ഇങ്ങനെ പിടിക്കുക. അപ്പൊ കോമാളിയെ തിരിച്ചു പോകും. പിന്നെ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് വരും. പിന്നെ ഒരു അപ്പാച്ചി എടുത്തിട്ട് വരും. എന്താ ബൈക്കിന്റെ അഡ്വർടൈസ്മെന്റാ. കണ്ണന്മാരൊക്കെ എന്താ പൊട്ടന്മാരാ. അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പടം തീർന്നു. സോ അടുത്ത പാട്ടായിട്ട് ഞങ്ങൾ വീണ്ടും വരാൻ വേണ്ടി ഇതിന്റെ ട്രെയിലർ ഇട്ട് കാണിച്ചു. ട്രെയിലർ പറയുന്ന സാധനം മറ്റേ പാറ ആ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ട്രെയിലർ, എഡിറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിലും കാണിക്കുന്നത് എന്താ വെച്ചാൽ കമലഹാസന്റെ അച്ഛൻ, സേനാപതിയുടെ അച്ഛൻ ഒരു കമലഹാസൻ, ഇപ്പൊ അയാളുടെ അച്ഛൻ വേറൊരു കമലഹാസൻ, ഈ സേനാപതിയുടെ മകൻ ചന്ദ്രു കമലഹാസൻ, അയാളുടെ മകൻ വന്നിട്ട് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് അങ്ങേർക്ക് ഒരു കുട്ടിയുണ്ട് വെച്ച് ഇനി അടുത്ത് ഗ്രാൻഡ് സണ്ണിന്റെ ഒരു കഥയും വരും. ഇതെന്തോന്നല്ല ഇന്ത്യൻ പാർട്ടി എന്ന് വരെ നീണ്ടുപോകുമല്ലോ. എല്ലാം കമലഹാസനാണ്. പിന്നെ കമലഹാസന്റെ ഭാര്യയായിട്ട് കമലഹാസന്റെ അച്ഛൻ എന്താണ് മറ്റേ പോലീസ് പിടിക്കാൻ വരുന്ന ആൾ കമലഹാസൻ, നെടുമുടി വേണുവിന്റെ ആവശ്യം എന്താ. സോ വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിച്ച് വെച്ച് പിന്നെയും കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. സോ ഇന്ത്യൻ 2 ഇനിയിപ്പോ ഇന്ത്യൻ 3 ഇനി കാജൽ അഗർവാൾ വരുന്നത്. അപ്പൊ ഇനി പാട്ട് വന്നിട്ട് മാമി വരാറ് കതറവിട പൊറാറ് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്നിട്ട് കംബാക്ക് മാമി പറഞ്ഞിട്ടൊരു പാട്ടും ഉണ്ടാവും. സോ എന്തോ ഒരു പടോടെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് കുറ്റം പറയുമ്പോൾ ആൾക്കാർ കുറെ സിനിമാ നടന്മാർ വന്നിട്ട് എന്താണ് തമിഴ് സിനിമയ്ക്ക് ബ്രഹ്മാണ്ടം പറയുന്ന വാക്ക് കൊണ്ടുവന്ന് തന്നത് ശങ്കറാണ്, ശങ്കറിനെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാരെ പൈസ പോയ സമയം പോലും തിരിച്ചു തരുമോ, എന്നാ പിന്നെ നമ്മൾ കുറ്റം പറയില്ല. എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കും, നമ്മൾ കുറ്റം പറയില്ലല്ലോ. ഇങ്ങനെ ഒരു കോമാളി പടം ഇത്ര അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ശരിക്കൊരു കോമഡി. എനിക്ക് സ്പൂഫ് മൂവിയാണെന്ന് വരെ പലപ്പോഴും തോന്നി. എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് പാർട്ട് 3 വരെ. പാർട്ട് 3 കമലഹാസൻ വരുന്നുണ്ട്, ഒരു കപ്പട മീശയും വെച്ചിട്ട്. മറ്റേ വിവേകില്ലേ ഏതൊരു സിനിമയിൽ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ആയിട്ട് വരുന്നില്ല, അതേ ഒരു ലുക്ക്. സോ ഇപ്പൊ നമ്മള് ക്യാപ്റ്റൻ മില്ലർ ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ അതും ഏകദേശം ആ കാലഘട്ടമാണ് കാണിക്കുന്നത്. പക്ഷെ അതിൽ വെച്ച് ധനുഷിന് മോസ്റ്റ് സ്റ്റൈലിഷ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള താത്തയാണ്. താത്തയുടെ അച്ഛനും കുറച്ച് മോഡേൺ ആയിട്ട് എന്താ പ്രസന്റ് ചെയ്താൽ പറ്റില്ല, അല്ല അറിയാൻ ചോദിക്കാൻ. അത് വാർ മോഡാണ്. അത്ര ഇത് കറക്റ്റ് ആണ്. ഇതിന്റെ ടൈറ്റിൽ സീറോ ടോളറൻസ് ആണ്. ഇരുന്ന് മനുഷ്യന്റെ ക്ഷമ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ 20 മിനിറ്റ് എന്തോ ട്രിം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഫസ്റ്റ് ദിവസം ഒക്കെ പോയി കണ്ടവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കും, തീർന്നുണ്ടാവും സമാധാനം. സോ SJ സൂര്യ ഇതിലൊരു ക്യാരക്ടർ അഭിനയിക്കുന്നത് സർഗുണ പാണ്ഡ്യൻ മറ്റും. ആള് പക്ഷെ കിഡിലനാണ്, ചെറിയ റോളിൽ വരുന്ന വെച്ചാൽ പക്കയാണ്. സോ ഈ സിനിമ കാണാനുള്ള മെയിൻ ഒരു അട്രാക്ഷൻ തന്നെയാണ് സിദ്ധാർത്ഥ്, SJ സൂര്യ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. കാരണം അവരൊന്നും അത്ര തല്ലിപ്പൊളി പടങ്ങളൊന്നും അഭിനയിക്കില്ല എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അതിപ്പോ എന്തായാലും മാറിക്കിട്ടി. രാഹുൽ പ്രീത് സിംഗിനെയൊക്കെ കൊണ്ടുവന്നു. ഈ പാടത്ത് കോളം വെക്കില്ലേ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി, അതേപോലെ നമ്മുടെ രാഹുൽ പ്രീത് സിംഗിനെയൊക്കെ കൊണ്ടുവന്നിട്ട്. സോ എന്തായാലും ഇന്ത്യൻ 2 എന്ന് പകരം നമ്മുടെ ഇന്ത്യൻ സൂപ്പർമാൻ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇട്ടെന്ന് വെച്ച് പിന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും. സോ കമലഹാസൻ മറ്റേ വിക്രത്തിൽ തിരിച്ചു വന്നു. ഇപ്പൊ കമലഹാസൻ ഗോ ബാക്ക് ആണ്. കം ബാക്ക് ഇൻ വിക്രം ആൻഡ് ഗോയിങ് ബാക്ക് ഇൻ ഇന്ത്യൻ 2.